Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? Yes, ma'am. ക്ലിയർ ആണോ? Clear ആണ്. Yes, ma'am. Yes, ma'am. Clear ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ് വരല്ലേ എടുത്തേ? ഡിസാസ്റ്ററിന് വേണ്ടി തയ്യാറെടുക്കുന്ന ട്രെയിനിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? അതുവരെയല്ലേ എടുത്തേ മിസ്? Yes, ma'am. അതിലൊരു 7 point പറഞ്ഞു. ആ, 7 point. ഓക്കെ, ബാക്കി എടുക്കാം കേട്ടോ. നെക്സ്റ്റ്, പ്രീ-ഡിസാസ്റ്റർ പ്ലാൻ. ഡിസാസ്റ്ററിന് മുമ്പുള്ള പ്ലാനിങ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക. നമ്മളിപ്പോ ഇൻഫെക്ഷൻ HI പഠിച്ചല്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലേ? അതേപോലെ ഫാർമസി പഠിച്ചപ്പോ എന്ത് പറഞ്ഞു? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലേ? പഠിച്ചോ? എന്താണ്, ഓർമ്മയില്ലേ? പറഞ്ഞാൽ കേട്ടില്ല. ഓക്കെ, അതേപോലെ എന്താണ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ആരൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക. അതെപ്പോഴാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അല്ലെ? ഡിസാസ്റ്ററിന് മുമ്പാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അംഗങ്ങളായി? ഓക്കെ, മിസ് ഈ ചാപ്റ്റർ കഴിയുമ്പോ ഒന്നുകൂടെ പറയാട്ടോ. നീഡ് അതൊന്നും കൂടി എടുത്തുതരാം. സഹർ ജസ്റ്റ് അതിനൊന്ന് വീഡിയോ കാണാം. മിസ്സിന്റെ ക്ലാസ് ഇല്ലേ, റെക്കോർഡഡ് ക്ലാസ്? എന്നിട്ട് മിസ് നെക്സ്റ്റ് ലാസ്റ്റ് ഈ ചാപ്റ്റർ കഴിയുന്ന ദിവസം ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. മെമ്പേഴ്സ് ഇൻക്ലൂഡ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്, അംഗങ്ങളായി ഉൾപ്പെടുന്നത്? ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, മെമ്പർ ഓർ മെമ്പേഴ്സ് ഫ്രം ദി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡിൽ നിന്ന് ഒന്നോ ഒന്നിലധികമോ അംഗങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ദ ചീഫ് ഓർ heads of various clinical department. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെഡ്, ചീഫ് അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ചീഫ് ഓർ ഹെഡ്സ് ഓഫ് വേരിയസ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്. വേരിയസ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ബ്ലഡ് ബാങ്ക് അല്ലെ? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അതേതൊക്കെയാണ്? ബ്ലഡ് ബാങ്ക് അല്ലെ? റേഡിയോളജി, ലബോറട്ടറി, ഫാർമസി ഇതൊക്കെ എന്താണ്? ആൻസിലറി ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ? ആണോ? ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ചീഫ് ഹെഡുകള് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ദ ചീഫ് നഴ്സിംഗ് സൂപ്രണ്ട് ഓർ മാട്രൺ. എന്താണ്? നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെങ്കിൽ അതേപോലെ നഴ്സിംഗ്
ഹെഡ് ആയിട്ട് വരുന്നതാണ് മാട്രോൺ. നമ്മ ഈ ഹോസ്റ്റലിലൊക്കെ മാട്രോൺ ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? മാട്രോൺ, വാർഡർ, അവരാരാണ്? ഹെഡ് ആയിരിക്കും അല്ലെ? ഹെഡ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മാട്രോൺ, നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെങ്കിൽ നഴ്സുമാരെ ഹെഡ് മാട്രോണും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇവർക്ക് ആവശ്യമായ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ആവശ്യമായ ഫണ്ട് വേണ്ടേ? അവർക്ക് റിസോഴ്സുകൾ ആ സമയത്ത് എന്താണ്, ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമായി വരില്ലേ? മെഡിസിനുകള് അല്ലെ, എക്യുപ്മെന്റ്സുകള് അല്ലെ, അതിനൊക്കെ എന്ത് വേണം? ഫണ്ട് വേണം അല്ലെ? അപ്പൊ അതിനുവേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ദ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? സ്റ്റോഴ്സുകൾ, ഇവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ എന്താണ്? മെഡിസിൻ വേണം, എക്യുപ്മെന്റ്സുകൾ വേണം, കോട്ടൺസ് വേണം, ബാൻഡേജ് വേണം അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ട് വരും. ഓയിന്റ്മെന്റ്സ് അല്ലെ, പിന്നെ ക്ലീനിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ വേണം. അപ്പൊ അതിനുവേണ്ടി എന്താണ്? സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോഴ്സിൽ നിന്നും സപ്ലൈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. എന്തിനായിരിക്കും ഹോസ്പിറ്റൽ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വരുന്നത്? എന്തിനായിരിക്കും? നിങ്ങൾക്ക് സംശയം വരാം. ഇത്രയും പറഞ്ഞിട്ട് അതിലെ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് നോക്കുമ്പോ ഇപ്പൊ ടെക്നിക്കൽ പ്രോബ്ലം തന്നെയല്ല, ഇപ്പൊ അവിടെ ഇപ്പൊ ഒരുപാട് പേര് വരുന്ന പേര് ട്രീറ്റ്മെന്റിന് വേണ്ടി വരും. അവിടുത്തെ സ്ഥലം തികയോ അവർക്ക്? ഹോസ്പിറ്റലിലെ നോർമൽ ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന റൂമുകള്, വാർഡുകളൊക്കെ അവർക്ക് മതിയാവോ? ഇല്ല. അപ്പൊ ചിലപ്പോ എന്ത് വരും? ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ? പേഷ്യൻസിന് ഇപ്പൊ ചിലപ്പോ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ഏരിയാസ് അതല്ലെങ്കിൽ അവരെ റിലേറ്റീവ്സിന് ഇരുത്തുന്ന ഏരിയാസ് ഒക്കെ എന്തായിട്ട് മാറ്റേണ്ടി വരും? നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വാർഡുകളാക്കി തിരിക്കേണ്ടി വരും അല്ലെ? വേണ്ടി വരുമോ? പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ട ഏരിയാസ് ആക്കി മാറ്റേണ്ടി വരും. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടേ നമുക്ക് ഹോസ്പിറ്റലില്? അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെയുള്ള കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കും, അതിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. ലൈസൺ ഓഫീസ് എന്ന് പറഞ്ഞാല് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഏജൻസി, ഒരു പ്രത്യേക ആളുകൾ മാത്രമാണോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്? ആണോ? അല്ല, ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും അല്ലെ? ഒരുപാട് സംഘടനകൾ അല്ലെ? ഒരുപാട് നേതാക്കന്മാര് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരുടെ ലൈസൺ ഇൻസ്റ്റലേഷൻ, അങ്ങനെയുള്ള ബന്ധം കോർഡിനേഷൻ ചെയ്യിക്കുന്നതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി. പല ഏജൻസിയുമായി കോർഡിനേഷൻ നടത്തുക, അവര് തമ്മിലുള്ള റിലേഷൻ നിലനിർത്തുക, അതാണ് ലൈസൺ ഓഫീസർ. ക്ലിയർ ആയോ? അവർക്ക് വേണ്ട കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ? അവരെ കൺട്രോൾ ചെയ്യുക അല്ലെ? പല ഏജൻസീസ് വരുമ്പോ എന്ത് ചെയ്യും? പല ഒപ്പീനിയൻസ് വരും അല്ലെ? പല അഭിപ്രായങ്ങൾ വരില്ലേ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? അവരെല്ലാവരുടെ ഇടയിൽ നിന്ന് അത് കൺട്രോൾ ചെയ്യണം അല്ലെ? അവർക്ക് വേണ്ട പ്ലാനുകൾ നൽകണം അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ലൈസൺ ഓഫീസർ അതില് അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ദ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ചീഫ് ഉണ്ടായിരിക്കും. എന്തിനായിരിക്കും സെക്യൂരിറ്റി ജീവനക്കാര്? ഒരുപാട് തിരക്ക് വരുമ്പോ അല്ലെ? തിരക്ക് വരില്ലേ അവിടെ എൻട്രൻസിൽ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് അല്ലെ? വണ്ടികൾ കയറുന്ന ഭാഗത്ത്, പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഏരിയാസ് അല്ലെ? അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ സെക്യൂരിറ്റി സുരക്ഷ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, സുരക്ഷ
നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരിക്കും. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തിനായിരിക്കും? ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ, ഹോസ്പിറ്റലിലെ ക്ലീനിങ് പർപ്പസുമായി ബന്ധപ്പെട്ട് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ അല്ലെ, ഹോസ്പിറ്റൽ വാഷിംഗുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ കിച്ചൺ ഓർ ഡയറ്ററി സർവീസസ് എന്താണ്? ഹോസ്പിറ്റലിലെ കിച്ചൺ അതല്ലെങ്കിൽ എന്താണ് ഭക്ഷണക്രമങ്ങൾ അല്ലെ, അതല്ലെങ്കിൽ അവരുടെ വരുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹോസ്പിറ്റൽ കിച്ചൺ ആൻഡ് ഡയറ്ററി സർവീസ്. The social welfare department if present, ഹോസ്പിറ്റലില് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള സ്റ്റാഫുകൾ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഹോസ്പിറ്റൽ യൂണിയൻസ്, പല യൂണിയൻ ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലിലൊക്കെ. അപ്പൊ അതിൽ നിന്നുള്ള അംഗങ്ങള് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? Next, initiation of central command structure or incident command system. Incident command system എന്ന് പറയും. The incident command system, ICS, incident command system. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ യൂണിയൻസ്. പല യൂണിയൻസ് ഉണ്ടാവൂലേ ഹോസ്പിറ്റലില്? ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവൂലെ യൂണിയൻസ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ ഉണ്ടാവും യൂണിയൻസ് അല്ലേ? അതിൽ നിന്നുള്ള അംഗങ്ങള് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും, മെമ്പർ ആയിട്ടുണ്ടായിരിക്കും. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം is a standardized approach. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് ആണ് to the command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു ഏജൻസീസ് മാത്രമാണോ പങ്കെടുക്കുന്നത്? അല്ല അല്ലെ, ഒരുപാട് ആളുകളിലെ പല ഗ്രൂപ്പുകാരിലെ പല യൂണിയൻസ്, പല നേതാക്കള്, പല പാർട്ടി പ്രവർത്തകര്, പല സംഘടനകളില് എല്ലാവരും പങ്കെടുക്കില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു അടിയന്തര സിറ്റുവേഷനില് അവിടുത്തെ അടിയന്തര പ്രതികരണത്തിന്റെ കമാൻഡ് കൊടുക്കുക, അവർക്ക് നിയന്ത്രണം കൊടുക്കുക, ഏകോപനം എന്നിവയ്ക്കുള്ള ഒരു സാധാരണ സമീപനമാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അതാർക്കാണ് നൽകുന്നത്? ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഫലപ്രദമാക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ട എന്ത് കൊടുക്കുക? കമാൻഡ് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ കൺട്രോൾ ചെയ്യുക, അവരെ കോർഡിനേഷൻ, അവരെ പ്രവർത്തനങ്ങളിലെ ഒരു ഏകോപനം കൊണ്ടുവരുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ചിനെയാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുക അല്ലെ, അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യുന്ന ഒന്നിലധികം ഏജൻസികളുടെ ഒന്നിലധികം ഏജൻസികളുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുക? കമാൻഡ് കൊടുക്കുക അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, അവർക്ക് വേണ്ട എന്താണ്? കോർഡിനേഷൻ വേണം അല്ലെ, ഏകോപനം വേണ്ടേ? ഈ എല്ലാ സംഘടനകളുടെയും ഒരു കോർഡിനേഷൻ വേണ്ടേ? യൂണിയൻ വേണം അല്ലെ, ഒരു യൂണിറ്റ് വേണം അല്ലെ, വേണ്ടേ? എന്നാലല്ലേ കറക്റ്റ് എഫക്റ്റീവായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള കോർഡിനേഷൻ കൊടുക്കുന്ന ഒരു സാധാരണ ഒരു നിലവാരമുള്ള ഒരു സമീപനത്തെയാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്,
HICS. അപ്പൊ ICS എന്ന് പറഞ്ഞാല് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ആണ്. അപ്പൊ HICS എന്ന് പറഞ്ഞാൽ എന്താണ്? Hospital Incident Command System is an incident management system based on the principle of the incident command system. ഇത് HICS എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം. എന്തെങ്കിലും ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ്. ഇത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? Based on the principle of the incident command system. Incident command systemത്തിന്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. Which assist hospital and healthcare organization in improving their emergency management planning, response and recovery capabilities for unplanned and planned events. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് എന്താണ് അവര് ആസൂത്രണം ചെയ്ത് അതല്ലാണ്ടും വരുന്ന ഇവന്റ്സുകള് സന്ദർഭങ്ങളിലെ എന്താണ് അവർക്ക് അതിനു വേണ്ട എമർജൻസി റെസ്പോണ്ടിന് വേണ്ട പ്ലാനിങ് തയ്യാറാക്കാം, പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അതിനുവേണ്ട റെസ്പോൺസ് പ്രതികരണങ്ങൾ കൊടുക്കുക, അതിനുവേണ്ട റിക്കവറി വീണ്ടെടുക്കൽ ലഭ്യമാക്കാൻ ആവശ്യമായ എന്താണ് ഹോസ്പിറ്റലിനെ അസിസ്റ്റ് ചെയ്യുന്ന, ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന ഒരു കമാൻഡ് സിസ്റ്റമാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ക്ലിയർ ആയോ? ഒരു ഗ്യാസ് ലീക്കേജ് വന്നു ഹോസ്പിറ്റലിൽ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ് വന്നു. അത് അവര് ആസൂത്രണം ചെയ്തു വരുന്ന പ്രവർത്തനമാണോ? ആണോ? അല്ല. അപ്പൊ അതിനു വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്യണം? അവര് അതിനു മുമ്പ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ പ്ലാനിൽ പറയുന്നില്ലേ ഓരോന്നിനും അതിനാവശ്യമായ പ്രീ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്താ പ്ലാനുകൾ ആസൂത്രണം ചെയ്യുന്നു അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യും? ഗ്യാസ് ലീക്കേജ് കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതികരണങ്ങൾ റെസ്പോൺസ് ചെയ്യില്ലേ? ആ ലീക്ക് തടയാൻ വേണ്ട, അതല്ലെങ്കിൽ ആ ലീക്ക് വന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അല്ലെ? പിന്നെ എന്ത് ചെയ്യുന്നു? റിക്കവറി വീണ്ടെടുക്കില്ലേ? ഈ ലീക്കേജ് ഒക്കെ കൊടുത്ത് തീർത്ത് ആ ഭാഗത്ത് വീണ്ടെടുക്കില്ലേ? അങ്ങനെയുള്ള എന്താണ് പ്രവർത്തനങ്ങളെയാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സഹായിക്കുന്ന ഒരു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം മാനേജ്മെന്റ് സിസ്റ്റത്തെയാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇൻസിഡന്റ് സ്റ്റാഫ്. ഓരോ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ സ്റ്റാഫുകള് ആരെല്ലാമാണ്, അവരുടെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വരുന്നത് ഇൻസിഡന്റ് കമാൻഡർ. മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ പ്രവർത്തനങ്ങളില് ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും ഓൾ ആസ്പെക്ട്സ് എല്ലാ വശങ്ങളും മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം? ഹോസ്പിറ്റലുകാര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പേഷ്യൻസിനെ സ്വീകരിക്കണം അല്ലെ? റിസീവ് ചെയ്യണ്ടേ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്? അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ? ഡോക്ടർ സർവീസ്, ആംബുലൻസ്, ട്രയേജ്, ട്രീറ്റ്മെന്റ്, ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കണ്ടേ? എമർജൻസി സർവീസ് അവർക്ക് വേണ്ട എന്താണ്? എന്തെങ്കിലും ഓപ്പറേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകണം അല്ലെ? സർജറി വേണമെങ്കിൽ സർജറി ചെയ്യണം, സ്കാനിങ്ങുകൾ, ലാബ് ടെസ്റ്റുകൾ അല്ലെ? അവർക്ക് എന്തെങ്കിലും മുറിവുകള് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡ്രസ് ചെയ്യണം അല്ലെ?
അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും അവര് ഹോസ്പിറ്റലുകാർ എന്തൊക്കെ സർവീസുകൾ എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടോ അതെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാ? ഇൻസിഡന്റ് കമാൻഡർ. ക്ലിയർ ആയോ? ഓക്കെ ആയോ? നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. എന്താണ്? മെഡിക്കൽ അല്ലെങ്കിൽ അതല്ലാത്ത നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വിവരങ്ങൾ എന്ത് ചെയ്യുക? എല്ലായിടത്തേക്കും സർക്കുലേഷൻ കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലെ? ഉണ്ടാവോ? ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട പ്രവർത്തനങ്ങളില്ലേ? അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് വേണം അല്ലെ? നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ? മെഡിക്കൽ ആയിക്കോട്ടെ ഇപ്പൊ ഡയറക്ടറിയിലായിക്കോട്ടെ അതല്ലെങ്കിൽ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസിന്റെ സർക്കുലേഷൻ നൽകുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. നെക്സ്റ്റ് safety or security, operating and alerting all the security staff within the hospital and deploying them. എന്താണ്? ഹോസ്പിറ്റലിലെ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും എല്ലാ സുരക്ഷാ ജീവനക്കാരെയും ഇതിനനുസൃതമായിട്ട് ഈ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്കനുസൃതമായി പ്രവർത്തനക്ഷമമാക്കുകയും അവർക്ക് വേണ്ട അലേർട്ട് ചെയ്യുകയും വിന്യസിപ്പിക്കുക അവയെ പ്രവർത്തന നിരതരാക്കുകയും ചെയ്യുന്നത് എന്താണ്? പ്രവർത്തന നിരതരാക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് മുതൽ തിരക്കോടുമ്പോ വണ്ടികൾ വരുന്ന തിരക്ക് അല്ലെ? ആംബുലൻസുകള് വിന്യസിപ്പിക്കുക എന്നർത്ഥം. ഡിപ്ലോയിങ് വിന്യസിപ്പിക്കുക. ഓക്കെ. ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ സംഭവിച്ച് അവർ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ അവിടുന്ന് മുതൽ തിരക്കായിരിക്കും അല്ലെങ്കിൽ അവരുടെ സ്ട്രീറ്റിന്റെ അവിടുന്ന് മുതൽ തിരക്ക് വരും അല്ലെ? റോഡിന്റെ അവിടുന്ന് വരുമോ? വരും. ആംബുലൻസുകൾ അല്ലെ? വണ്ടികള്, മീഡിയാസ് വരും. അതേപോലെ തന്നെ എന്താണ്? പാർക്കിങ്ങിന്റെ അവിടെ തിരക്കുകൾ ഉണ്ടാവും അല്ലെ? പാർക്കിങ്ങിന്റെ അവിടെ അല്ലെ? എൻട്രൻസില് ഹോസ്പിറ്റലിന്റെ എൻട്രൻസില് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ അല്ലെ? ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പില് വെയിറ്റിംഗ് ഏരിയാസിന്റെ മുമ്പിൽ അല്ലെ? എല്ലായിടത്തും എന്തായിരിക്കും? ട്രാഫിക് ആയിരിക്കും അല്ലെ? തിരക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ജീവനക്കാരെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാരെ എന്താണ് അവരെ പ്രവർത്തനക്ഷമമാക്കുകയും അവർക്ക് വേണ്ട അലേർട്ട് അല്ലെ? മുന്നറിയിപ്പുകൾ കൊടുക്കുകയും അവരെ വിന്യസിപ്പിക്കുക അവരെ പ്രവർത്തിക്കാനുള്ള എന്താണ് ഊർജം നൽകുക. ഓരോ സ്ഥലത്തേക്കും ആവശ്യമായ ആളുകളെ നിർത്തലാക്കുക അല്ലെ? എത്തിച്ചു കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് 2 പേര് അല്ലെങ്കിൽ 3 പേര് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആരാ? ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലൈസൺ ഓഫീസർ. ലൈസൺ ഓഫീസർ എന്ന് പറഞ്ഞാല് മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? collaborate with the other agencies to the victim of MCI or disaster, providing rescue and relief. എന്താണ് ഈ MCI മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസോ അതല്ലെങ്കിൽ ഡിസാസ്റ്ററോ സംഭവിച്ചു കഴിഞ്ഞാല് അതിനിരയായവർക്ക് ആരായിരിക്കും? വിക്ടിംസ്, ഇരകൾ അല്ലെ? അത് ബാധിച്ച ആളുകളല്ലേ വിക്ടിംസ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട റെസ്ക്യൂ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് എന്താണ്? വിവിധ ഏജൻസികളിലുള്ള ഏകോപനം കൊണ്ടുവരിക എന്നതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി.
മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ബാധിച്ച ആളുകൾക്ക് എന്താണ് അവരുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും ആശ്വാസം നൽകുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും വിവിധ ഏജൻസികളുടെ ഏകോപനം കൊണ്ടുവരിക എന്നതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി. ക്ലിയറായോ? MCI മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് വെച്ചാൽ വലിയ ദുരന്തമൊക്കെ സംഭവിക്കൂലേ, ഒരുപാട് ആളുകളെ എഫക്ട് ചെയ്യുന്ന ഭയങ്കര വലിയ ദുരന്തം, സ്ഫോടനം നടക്കുക, ട്രെയിൻ ആക്സിഡന്റ് നടക്കുക, അതൊക്കെ എന്താണ് ഒരുപാട് ആളുകൾ ബാധിക്കുന്നതാണ് അല്ലെ. അതാണ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്. MCI മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്, ഒരു വൻ അപകടത്തെ ആണ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എയ്റോപ്ലെയിൻ ക്രാഷ് സംഭവിക്കുക, ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കുക, ബോംബ് സ്ഫോടനം നടത്തുക, ഇതൊക്കെ എന്താണ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് ആണ് അല്ലെ. വൻ അപകടങ്ങളല്ലേ ഇതൊക്കെ. 1, 2, 10 പേരെയാണോ എഫക്ട് ചെയ്യുന്നത്? നോ ആണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകളെയാണ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അങ്ങനെ മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് സംഭവിച്ചവർക്കോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ സംഭവിച്ച ആളുകൾക്ക്, വിക്ടിംസിന് എന്താണ് അത് ബാധിച്ച ആളുകൾക്ക് വേണ്ട എന്താണ് രക്ഷാപ്രവർത്തനവും ആശ്വാസവും നൽകുന്നതിന് വിവിധ ഏജൻസികളുടെ ഏകോപനം കൊണ്ടുവരിക എന്നതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി. നെക്സ്റ്റ് പ്ലാനിംഗ് ചീഫ്. ഇവർക്ക് എന്തൊക്കെ വേണം? അവർക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യമായ റിസോഴ്സുകൾ വേണം അല്ലെ. ഫുഡ് വേണ്ടേ? അവർക്ക് വേണ്ട ഡ്രസ്സുകൾ വേണ്ടി വരും അല്ലെ. വേണ്ടി വരുമോ? അപ്പൊ അങ്ങനെ വിവിധ ഏജൻസികളുടെ എന്താണ് രക്ഷാപ്രവർത്തനവും ആശ്വാസവും ഇവർക്ക് എന്താണ് മൾട്ടിപ്പിൾ ഏജൻസിയിൽ നിന്ന് കൊണ്ടുവരിക, അവരെ ഏകോപിപ്പിക്കുക എന്നതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി. ഇത് ഒരു ആള് മാത്രം ചെയ്താൽ ശരിയാവും. ഒരു സംഘടനകൾ മാത്രം ഇവർക്ക് വേണ്ട ഫുഡ് കൊണ്ടുവരാം, ഭക്ഷണം ക്ലോത്ത് കൊണ്ടുവരാം, അവർക്ക് വേണ്ട മെഡിസിനുകൾ കൊണ്ടുവരാം, അതൊക്കെ അവർക്ക് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ പല ആളുകളും ചെയ്യണം അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഫ്ലഡ് വന്നപ്പോ പുറം രാജ്യത്ത് നിന്ന് ആളുകൾ മുതൽ നമ്മളെ സഹായിച്ചില്ലേ ക്യാമ്പുകളിലേക്ക് അല്ലെ. അപ്പൊ എന്താ പല ഏജൻസികളിൽ നിന്നുള്ള ഒരു കോർഡിനേഷൻ വേണം അല്ലെ. അത് കൊണ്ടുവന്നിയിൽ നിർത്തുന്നത് ഈ ലൈസൺ ഓഫീസർ ആണ്. ക്ലിയർ ആയോ? പ്ലാനിംഗ് ചീഫ് റെസ്പോൺസിബിൾ ഫോർ ദി മാൻ പവർ പ്ലാനിങ്. എന്താണ് മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ പവർ നമുക്ക് കേട്ടിട്ടുള്ള ഇപ്പോഴും കേൾക്കുന്നത് മാൻ പവർ. മാൻ പവർ മനുഷ്യശക്തി അല്ലേ. മനുഷ്യന്റെ കഴിവ്. ഓക്കെ. അപ്പൊ എന്താണ് റെസ്പോൺസിബിൾ ഫോർ ദി മാൻ പവർ പ്ലാൻ. അപ്പൊ എന്താ മാൻ പവർ പ്ലാൻ ചെയ്യുക. അപ്പൊ ഓരോരുത്തർക്കും ആവശ്യമുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലില് ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളില്ലേ. ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്ലാൻ ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും വേണ്ട പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പ്ലാനിംഗ് ചീഫിനാണ്. ക്ലിയർ ആയോ? ഓപ്പറേഷൻ ചീഫ് കംപ്ലീറ്റ് ഇൻ ചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. എന്താണ്? എല്ലാ രോഗി പരിചരണ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ചുമതല അല്ലെ. ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ കെയർ ആക്ടിവിറ്റീസിലെ രോഗി പരിചരണ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആർക്കാണ്? ഓപ്പറേഷൻ ചീഫിനാണ്. നെക്സ്റ്റ് ലോജിസ്റ്റിക്സ്
ചീഫ്. ലോജിസ്റ്റിക് ചീഫിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇൻചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സപ്പോർട്ട് സർവീസുകളുടെ ഇൻചാർജ് ലോജിസ്റ്റിക് ചീഫിനാണ്. എന്തൊക്കെയായിരിക്കും സപ്പോർട്ട് സർവീസുകൾ ഹോസ്പിറ്റലിലെ? ഫാർമസി അല്ലേ, റേഡിയോളജി, സ്കാനിങ്, ഡയറ്ററി അല്ലേ, ലാബ്, അങ്ങനെയുള്ള സപ്പോർട്ട് സ്റ്റാഫുകളുടെ ഇൻചാർജ് മുഴുവൻ ഉത്തരവാദിത്വവും ലോജിസ്റ്റിക് ചീഫിനായിരിക്കും. പിന്നെന്താണ്? പേഷ്യൻസിന്റെ രോഗി പരിചരണ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഓപ്പറേഷൻ ചീഫിനായിരിക്കും. ക്ലിയർ ആയോ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് പ്ലാനിംഗ് ചീഫിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഓരോ ആളുകൾക്കും, ഓരോ മാൻ പവർ അല്ലെ, ഓരോ ആളുകൾക്കും വേണ്ട ഉത്തരവാദിത്തങ്ങള് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിംഗ് ചീഫിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഫിനാൻസ് ഓഫീസർ. ഫിനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്തായിരിക്കും? അപ്പൊ ഫിനാൻസ് അല്ലെ, ഫണ്ട്, എമർജൻസി ഫണ്ട് അനുവദിക്കുക അല്ലെ. ഈസ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേറ്റിംഗ് ഓഫ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് അനുവദിക്കുക. ആൻഡ് ക്ലിയർ ദ വേ ഫോർ എമർജൻസി പർച്ചേസ്. എന്താണ് എമർജൻസി പർച്ചേസ് അല്ലെ? അടിയന്തര വാങ്ങലുകൾ, എമർജൻസി പർച്ചേസ് നടത്തുക എന്തിനാണ്? അവിടെ ആ ക്രൈസിസ്, അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം മിസ് ക്ലാസ് എടുത്തപ്പോ, ഇതിനു മുമ്പ് എടുത്തപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ത് വരുമെന്ന്? ക്രൈസിസ് വരുമെന്ന് പറഞ്ഞല്ലേ? എന്തിനൊക്കെയാണ്? റിസോഴ്സുകൾക്ക് അല്ലെ, സർവീസുകൾക്ക് അവിടത്തെ ഷോർട്ടേജ് വരും. എന്താണ്? ബെഡ് സ്പേസ് അല്ലെ, ബെഡിന്റെ കപ്പാസിറ്റി കുറയും അല്ലെ, ആണോ? അപ്പൊ ഇങ്ങനെയുള്ള അടിയന്തര സിറ്റുവേഷൻസിൽ എന്താണ്? അവിടത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വ്യക്തമായി പർച്ചേസ് ചെയ്യുക എന്നുള്ളതും കൂടി ഫിനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇൻസിഡന്റ് സ്റ്റാഫ് വരെയും ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. ജോബ് കാർഡ് തയ്യാറാക്കൽ. ജോബ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്, ICS ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ ഈച്ച് ആൻഡ് എവറി ഓരോ സ്ഥാനവും പൊസിഷനും വ്യക്തമാക്കുക അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തില്? ഇൻസിഡന്റ് കമാൻഡർ അല്ലെ, ഇൻസിഡന്റ് കമാൻഡർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, സേഫ്റ്റി ഹെഡ് അല്ലെ, ലൈസൺ ഓഫീസർ, പ്ലാനിംഗ് ചീഫ് അല്ലെ. അപ്പൊ ഇതാരൊക്കെയാണെന്ന് വ്യക്തമാക്കണ്ടേ? ആർക്കാണ് ഈ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്? ഇതാരാണ് ചെയ്യേണ്ടത്? വേണ്ടേ? അങ്ങനെയുള്ള ജോബ് കാർഡ് തയ്യാറാക്കി. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട്. ജോബ് റോൾ ഓരോരുത്തർക്കും ഓർഗനൈസേഷണൽ ചാർട്ടിലെ ഓരോ പൊസിഷനും ആരൊക്കെയാണ് നൽകിയിരിക്കുന്നത്? കോംപ്രഹെൻസീവ്, സ്റ്റോർഡ് സേഫ്ലി, കളേർഡ് കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. കളർ കോഡുകളെ കുറിച്ച് എന്താണ്? സമഗ്രമായ വിവരങ്ങൾ തയ്യാറാക്കുകയും അതെന്ത് ചെയ്യുക? ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. കളർ കോഡഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഓരോ ഇൻസിഡന്റുകളും സംഭവിക്കില്ലേ? തീപിടുത്തം ഉണ്ടാവുക, ഫയർ പിന്നെന്താണ്? ഗ്യാസ് ലീക്കേജ് വരിക, പിന്നെന്താണ്? റെസ്പിറേറ്ററി കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവരിക. അപ്പൊ എന്ത് ചെയ്യും? ഓരോ കോഡ് കളേഴ്സ് അവര് ഇൻഫോം ചെയ്യും, അലേർട്ട് കൊടുക്കും. ഇപ്പൊ നമ്മ പറഞ്ഞു മറ്റേ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മിസ് കോഡ് ബ്ലൂ പറഞ്ഞിരുന്നോ? ബ്ലൂ കോഡ് പറഞ്ഞിരുന്നു. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് കോഡ്സുകൾ പഠിക്കാനുണ്ട് കേട്ടാ. ലാസ്റ്റ് ബോക്സില് കണ്ടത് കോഡ് റെഡ്, അതായത് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായ, ഫയർ ഉണ്ടായാൽ അവർ അലേർട്ട് ചെയ്യുന്നതാണ് കോഡ് റെഡ്. അതേപോലെ കോഡ് പിങ്ക്,
അവിടുന്ന് ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിൽ നിന്നോ അതല്ലെങ്കിൽ ഡെലിവറി ആ വാർഡുകളിൽ നിന്നൊക്കെ എന്താണ് കുഞ്ഞുങ്ങളെ മിസ്സാവില്ലേ ഇൻഫാന്റിന്, അപ്പൊ അലേർട്ട് കൊടുക്കുന്നതാണ് കോഡ് പിങ്ക്. പിന്നെ കോഡ് ഓറഞ്ച്, അത് കെമിക്കൽ ചോർച്ചയ്ക്ക് സംഭവിക്കില്ലേ, ഹസാഡസ് മെറ്റീരിയൽസ് കെമിക്കൽ ചോർച്ചയ്ക്ക് സംഭവിക്കില്ലേ, അപ്പൊ അലേർട്ട് ചെയ്യുന്നതാണ് കോഡ് ഓറഞ്ച്. അപ്പൊ അങ്ങനെയുള്ള കോഡുകളുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കുകയും അത് ലാമിനേറ്റ് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ അത്? അത് മിസ് ആ ടേബിൾ എടുക്കുമ്പോ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ദുരന്തം ഉണ്ടായാൽ തന്നെയല്ല ഹോസ്പിറ്റൽ ഇൻസിഡന്റ് എന്ന് പറയാം അല്ലെ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാലോ അവരതിനെതിരെ പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കണോ? ഒരു കുഞ്ഞിനെ കാണാതായി, ഹോസ്പിറ്റലില് തീപിടുത്തം ഉണ്ടായി, ഗ്യാസ് ലീക്കേജ് ഉണ്ടായി, അതൊക്കെ എന്താണ്? ഒരു ദുരന്തല്ലേ, ഹോസ്പിറ്റലിന്റെ ദുരന്തല്ലേ ഇത്? അതെല്ലാം ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് കേട്ടോ പറയുന്നത്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്, പുറത്തുള്ള ഡിസാസ്റ്റേഴ്സും കൂടി. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് അവരെന്ത് ചെയ്യുക, ലാമിനേറ്റ് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ക്ലിയർ ആയോ? Next, in all areas related with the emergency management plan. ഇപ്പൊ നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവിടത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ ഐസിയുവിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അവിടുത്തെ എമർജൻസി പ്ലാൻ നമുക്ക് ഫാർമസിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ, ഓരോ ഏരിയാസ് റിലേറ്റ് ചെയ്തിട്ട് ഓരോ ഏരിയയുമായി ബന്ധപ്പെടുത്തി എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ ആയത്? ചെക്ക്ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദി കീ ഇൻഡിവിജ്വൽസ്. ഓരോ പ്രധാന വ്യക്തികൾക്കും അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് നൽകുക അല്ലെ. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു ഫിനാൻസ് ഓഫീസർ അല്ലെ, ലോജിസ്റ്റിക്സ് സ്റ്റാഫ്, ഓപ്പറേഷൻ ചീഫ്, അവരെന്തൊക്കെയാ ജോലികൾ, അവരൊക്കെ പ്രധാന വ്യക്തികളല്ലേ ആ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തില, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റത്തില ആണോ? അപ്പൊ അങ്ങനെയുള്ള കീ ഇൻഡിവിജ്വൽസിന്, പ്രധാന വ്യക്തികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദി ഇൻഡിവിജ്വൽസ്. പ്രധാന വ്യക്തികൾക്ക് മാത്രം ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതിയോ? മതിയോ? പോരാ അല്ലെ. ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകൾക്കും നൽകണം അല്ലേ. ക്ലീനിങ് സ്റ്റാഫുകൾക്ക് വരെ നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ? എന്താണ് ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദി ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വൽസിനും ആവശ്യമായ ഇൻഫർമേഷൻ വിവരങ്ങൾ നൽകുക. നെക്സ്റ്റ്, കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. എന്താണ്, ഓരോ കാറ്റഗറിയിലും പെടുന്ന സ്റ്റാഫുകൾക്ക് വേണ്ട കളർ കോഡുകൾ നൽകുക. ഇപ്പൊ കോഡ് റെഡിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, കോഡ് ബ്ലൂയിൽ ആരൊക്കെ പെടുന്നുണ്ട്, കോഡ് ഓറഞ്ചിൽ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എന്താണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്സ്, പല കാറ്റഗറിയിലും പെടുന്ന സ്റ്റാഫുകൾക്ക് കളർ കോഡ് നൽകുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, plan activation of different areas of hospital. ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആക്ടിവേഷൻ ചെയ്യുന്ന ഏരിയാസ് ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? കമാൻഡ് സെന്റർ അല്ലെ. കമാൻഡ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഏരിയ വേണ്ടേ?
അല്ലെ കമാൻഡ് കൊടുക്കുന്ന അല്ലെ. അപ്പൊ കമാൻഡ് സെന്റർ ഉണ്ടായിരിക്കും. അവിടെ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്, കോഡ് ബ്ലൂ അലേർട്ട് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കമാൻഡ് കൊടുക്കുന്ന കമാൻഡ് സെന്റർ. കമ്മ്യൂണിക്കേഷൻ ഓഫീസ് ആശയവിനിമയങ്ങൾ ഇപ്പൊ പുറത്തുള്ളവർക്കും ഹോസ്പിറ്റലിന്റെ അകത്തുള്ളവർക്കും അല്ലെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയങ്ങൾ നടത്തുന്നതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. പേജിങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പേജിങ് കേട്ടിട്ടുണ്ടോ? ഇല്ല. പേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൗഡ് സ്പീക്കർ വഴി അതല്ലെങ്കിൽ മൈക്ക് വഴി വിവരങ്ങൾ കൈമാറില്ലേ. അപ്പൊ അതെന്താ, ആ ഒരു മൈക്ക് വഴി അല്ലെങ്കിൽ ആ ലൗഡ് സ്പീക്കർ വഴി അവർക്ക് ഒന്നോ രണ്ടോ തവണ പറഞ്ഞാൽ മതി അല്ലേ, എല്ലാ ആളുകളും അറിയില്ലേ. ഹോസ്പിറ്റലിലുള്ള അവിടെയുള്ള എല്ലാവരും അറിയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ്, പേജിങ് ഏരിയാസ് ഉണ്ടായിരിക്കും. എന്താണ്, ലൗഡ് സ്പീക്കർ വഴി അല്ലെങ്കിൽ മൈക്കുകൾ വഴി വിവരങ്ങൾ ഇൻഫോർമേഷൻസ് നൽകുന്നതിന് വേണ്ടി പേജിങ് ഏരിയാസ്. ഹോട്ട്ലൈൻ ഏരിയാസ്. ഹോട്ട്ലൈൻ ഏരിയ കേട്ടിട്ടുണ്ടോ? ഹെൽപ്പ് ലൈൻ കേട്ടിട്ടുണ്ടോ? ഹെൽപ്പ് ലൈൻ. ഹോട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൽപ്പ് ലൈൻ ആണ്. എന്താണ്, എമർജൻസി അല്ലെ, ഹോസ്പിറ്റലിലെ എമർജൻസി ഹെൽപ്പ് ലൈൻ, ഫയർ, ആംബുലൻസ് അല്ലെ, പോലീസ്, അങ്ങനെയുള്ള ഹോട്ട് ലൈൻ ഏരിയാസ്. ടെലിഫോൺ എക്സ്ചേഞ്ച് എന്താണ്, ടെലിഫോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച്. നെക്സ്റ്റ് സെക്യൂരിറ്റി ഓഫീസ് ആൻഡ് പോലീസ് പിക്കറ്റ്. എന്താണ്, അവിടേക്ക് വരുന്ന തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ഓഫീസും പോലീസ് പിക്കറ്റും ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ. അവിടേക്ക് വരുന്ന പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിനും പിന്നെ എന്താണ് പേഷ്യൻസിന് വേണ്ട ട്രയേജ് അല്ലെ, അവരെ പേഷ്യൻസിനെ അവരെ സിറ്റുവേഷൻ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യാൻ വേണ്ട ട്രയേജ് ഏരിയ ഉണ്ടായിരിക്കും. ഡീകണ്ടാമിനേഷൻ ഏരിയാസ്, ഇഫ് നീഡഡ് ആവശ്യമെങ്കിൽ അണുവിമുക്തമാക്കിയ ഒരു ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്. ചെറിയ ചെറിയ മുറിവുകള്, ചെറിയ പരിക്കുകളൊക്കെ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിലെ മൈനർ ആയിട്ടുള്ള മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്. അക്യൂട്ട് കെയർ ഏരിയാസ്. എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, എന്തെങ്കിലും എമർജൻസി ആയിട്ട് കൂടുതൽ പരിക്കുകളൊക്കെ പറ്റിക്കൊണ്ടുവരുന്നിരിക്കുന്ന പേഷ്യൻസ്. അക്യൂട്ട് കെയർ ഏരിയാസ്. തീവ്ര പരിചരണ വിഭാഗം അല്ലെ, കേട്ടിട്ടില്ലേ? തീവ്ര പരിചരണ വിഭാഗം അക്യൂട്ട് കണ്ടീഷനിൽ കൊണ്ടുവരുന്ന അല്ലെ, ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് ഡെഫിനിറ്റ് കെയർ ഏരിയാസ്. എന്താണ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, വാർഡുകള്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ICU ആൻഡ് ആക്ടിവേഷൻ ഓഫ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ്. എന്താണ്, കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ട, കൂടുതൽ പരിചരണമുള്ള, കൂടുതൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ട പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ICU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മോർച്ചറി അല്ലെ, ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം ബോഡി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മോർച്ചറി. ഹോൾഡിംഗ് ഏരിയാസ് ഫോർ റിലേറ്റീവ്സ് ഓർ നോൺ ഇഞ്ചേർഡ്. ഇഞ്ചറി പറ്റാത്തതോ അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് ഇരിക്കുന്നതിനുള്ള, അവർക്ക് ഇരിക്കാനുള്ള, വെയിറ്റ് ചെയ്യാനുള്ള ഹോൾഡിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാല് ആദ്യം ഓടി വരാരാ? പോലീസ് ആയിരിക്കും, മീഡിയാസ് ആയിരിക്കും. ഇപ്പൊ പോലീസാണ്, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആദ്യം ആരായിരിക്കും എത്താ? മീഡിയാസ് ആയിരിക്കും അല്ലേ. അപ്പൊ ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്. എന്താണ്, മീഡിയാസിനെ ഇരിക്കാനുള്ള, അവർക്ക് ഇരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യൻസ് ഇൻ കേസ് ആർ പാർട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ ഇവാക്യുവേഷൻ. ഹോസ്പിറ്റലിന്റെ ഒഴിപ്പിക്കേണ്ട ഭാഗം ഏതെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒഴിപ്പിക്കണം, അവിടെ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കീപ്പ് ചെയ്യുന്ന, ഇരുത്തുന്ന ഏരിയ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ?
ഇപ്പൊ ഹോസ്പിറ്റലില് കെമിക്കൽ ലീക്കേജ് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് സംഭവിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ? ആ കെമിക്കൽ ലീക്കേജ് സംഭവിച്ച ഭാഗത്ത് നിന്ന് ആളുകൾ ഒഴിപ്പിക്കണോ? അപ്പൊ അവര് ഇരുത്താനുള്ള ഏരിയ. ക്ലിയർ ആയോ? അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ക്ലിയർ ആയോ ഇത്രയും ഭാഗം? Next, increase the bed capacity in times of emergency. Emergency അടിയന്തര സാഹചര്യത്തില് ടൈംസില് നമ്മുടെ ബെഡിന്റെ കപ്പാസിറ്റി, ബെഡിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എന്തൊക്കെ ചെയ്യാൻ പറ്റും ബെഡിന്റെ കപ്പാസിറ്റി കൂട്ടാൻ? ആലോചിച്ച് നോക്കി പറഞ്ഞേ. ഹോസ്പിറ്റലില് ബെഡ് കപ്പാസിറ്റി കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അതിൽ നോക്കണ്ട, നോട്ടിൽ നോക്കണ്ട. വെയിറ്റിംഗ് ഏരിയാസ് വാർഡാക്കി മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആർക്കില്ല പറയാൻ? എമർജൻസി അസുഖം മാറിയവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കാം അല്ലെ? റിസ്ക് അല്ലാത്തവരെ എന്താണ്? നോൺ എമർജൻസി പേഷ്യൻസിന് ഇപ്പൊ ഹോസ്പിറ്റലില് ജസ്റ്റ് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ, നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാതിരിക്കാം അല്ലെ? അവരെ മരുന്നുകളൊക്കെ എടുത്ത് വെറുതെ വിടാം. അതല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി നിൽക്കുന്നവരെ പെട്ടെന്ന് പറഞ്ഞേക്കാം അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ എന്റെ ബെഡിന്റെ കപ്പാസിറ്റി കൂടൂലേ? ആവശ്യമുള്ളവരാ, അത്യാവശ്യമുള്ളവരെ മാത്രം അഡ്മിറ്റ് ആക്കുക. അതാണ് നോൺ എമർജൻസി പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാതിരിക്കുക. നോക്കാം നമുക്ക്. ഡിസ്ചാർജ് എലക്ടീവ് കേസസ് എന്താണ്? ഡിസ്ചാർജ് ആയി നിൽക്കുന്ന, ഡിസ്ചാർജ് ഐച്ഛിക വിഷയം തന്നെ, ഡിസ്ചാർജ് ആയി നിൽക്കുന്നവരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞയക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡിസ്ചാർജ് നടന്നു കഴിഞ്ഞാല് ആ ഒരു ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് പോകുമ്പോ എപ്പോഴാവും? രാത്രിയാവൂലേ? ഈവനിങ് ഒക്കെ ആവൂലേ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണ് അവരെ ഡിസ്ചാർജ് ആയി നിൽക്കുന്ന പേഷ്യൻസിനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞേക്കുക. അപ്പൊ നമുക്ക് ബെഡിന്റെ കപ്പാസിറ്റി കൂട്ടാം അല്ലെ? ഒരു ദിവസം ഒരു ഡിസ്ചാർജ് ആണോ ഹോസ്പിറ്റലിൽ നടക്കുന്നത്? ആണോ? അല്ല അല്ലെ, ഒരുപാട് ഡിസ്ചാർജുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് അത്രയും ബെഡ് കപ്പാസിറ്റി കിട്ടാണ് അല്ലെ? പിന്നെ എന്താണ് ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. സ്റ്റേബിൾ ആയ പേഷ്യൻസ് ഉണ്ടാവൂലേ? മരുന്നൊക്കെ കൊടുത്ത് ഓക്കെ ചിലപ്പോ ഡോക്ടർ വിചാരിക്കുന്നുണ്ടാവും ഇന്നും കൂടെ കിടത്തി നാളെ ഡിസ്ചാർജ് ആക്കാന്ന് വിചാരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? റിക്കവർ ആയ പേഷ്യൻസിനെ ഇന്നും കൂടെ മരുന്ന് കൊടുത്തിട്ട് അപ്പൊ അങ്ങനെയുള്ള സ്റ്റേബിൾ ആയി കഴിഞ്ഞ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കുക. നെക്സ്റ്റ്, സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. എന്താണ്? എമർജൻസി അല്ലാത്ത, അടിയന്തര സിറ്റുവേഷൻ അല്ലാത്ത പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത് നിർത്താം. ചേഞ്ച് വെയിറ്റിംഗ് ഓർ non-patients care areas into makeshift ward. എന്താണ് വെയിറ്റിംഗ് ഏരിയാസ്? പേഷ്യന്റിന്റെ കെയർ ഏരിയാസ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ വാർഡുകളാക്കി മാറ്റുക അല്ലേ? അപ്പൊ അവിടെ കുറെ പേഷ്യൻസിനെ നമുക്ക് കിടക്കാൻ സാധിക്കും അല്ലേ? പിന്നെ പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് ലൈസൺ. എന്താണ്? പൊതുവിവരങ്ങളുടെ ആസൂത്രണവും ബന്ധവും. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുനിന്ന് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് നമുക്ക് പുറത്തുനിന്ന് ഇൻഫോർമേഷൻ, ആ ഡിസാസ്റ്റർ സംഭവിച്ച ആ ഭാഗത്ത് നിന്ന് ഇൻഫോർമേഷൻ കിട്ടാണ്. ഇനി ഒരു 10 പേഷ്യൻസിനെ കൊണ്ടുവരണം അല്ലേ? അഡ്മിറ്റ് ആക്കേണ്ടി വരും. അവർ എമർജൻസി സിറ്റുവേഷനിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ് കപ്പാസിറ്റി എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? പറ്റോ? നമ്മ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടക്കും അല്ലെ? പ്രിപ്പയർനെസ് ചെയ്യും അല്ലെ? സൗകര്യങ്ങൾ ഉണ്ടാക്കും അല്ലെ? അപ്പൊ പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് ലൈസൺ.
Next, planning for security of hospital in emergency situation. എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രികളുടെ സുരക്ഷ ആസൂത്രണം ചെയ്യുക. വേണ്ടേ? എമർജൻസി സിറ്റുവേഷനിൽ അല്ലെ ഒരുപാട് ആളുകൾ വരുമ്പോൾ എന്ത് വേണം? അവിടെ സുരക്ഷിതത്വം വേണം അല്ലെ, ആ സെക്യൂരിറ്റി വേണം. അങ്ങനെയുള്ളത് ആസൂത്രണം ചെയ്യുക. ഒരുപാട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സുരക്ഷിതത്വം സെക്യൂരിറ്റി കൊടുക്കണം അല്ലെ, അവർക്ക് വേണ്ട റിസോഴ്സുകൾ കൊടുക്കണം അല്ലെ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ, ഏനോ? അങ്ങനെയുള്ള സുരക്ഷ ആസൂത്രണം ചെയ്യുക. ക്ലിയർ ആയോ അത്? ഓക്കെ. നെക്സ്റ്റ് ലോജിസ്റ്റിക് പ്ലാനിങ്. ലൈസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ, ബന്ധം സ്ഥാപിക്കുക. റിലേഷൻ. ലോജിസ്റ്റിക് എന്താണ് ഹോസ്പിറ്റലിന്? നമ്മൾ ലോജിസ്റ്റിക് എവിടെയാ കേട്ടിരിക്കുന്നേ? ഹോസ്പിറ്റലിൽ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലില് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അറിയോ? ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പെടുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പെടുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻസ്, ഇൻഫർമേഷൻസ്, വിവരങ്ങൾ. പിന്നെ മെഡിസിൻ, സ്റ്റോറേജ്, അതെന്താണ്? റിസോഴ്സുകളാണ്. ഗുഡ്സ്, അതൊക്കെ എന്താണ്? റിസോഴ്സുകളല്ലേ? അപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞല്ലോ. ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സുകള്, സേവനങ്ങള്, ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞല്ലേ. അതെന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എന്താണ്? ഫെസിലിറ്റീസ് അല്ലേ? പ്ലാനിങ്, ലാബ്, അതൊക്കെ എന്താണ്? സേവനങ്ങളാണ് അല്ലെ, സർവീസ് അല്ലേ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സുകള്, സേവനങ്ങള്, ഇൻഫർമേഷൻസ്, വിവരങ്ങളുടെ ഒഴുക്ക് ആസൂത്രണം ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഹോസ്പിറ്റൽ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സുകള്, അവിടുത്തെ സർവീസുകള് അല്ലെ, സേവനങ്ങള്, അവിടുത്തെ ഇൻഫർമേഷൻസിന്റെ ഒഴുക്ക് ആസൂത്രണം പ്ലാൻ ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ചെയ്യുന്ന പ്രക്രിയയെയാണ് ഹോസ്പിറ്റൽ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? മൊത്തത്തിൽ പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ. ക്ലിയർ ആയോ? ഓക്കെ. ഇത് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഇത് പേഷ്യൻസിനെ നേരിട്ട് ബാധിക്കുന്നുണ്ടോ? രോഗി പരിചരണത്തെയും പേഷ്യൻസിന് സെക്യൂരിറ്റിയെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നില്ലേ? എന്താണ്? ട്രീറ്റ്മെന്റ്, ഫെസിലിറ്റീസ്, റിസോഴ്സുകള് പേഷ്യൻസിന്റെ രോഗി പരിചരണത്തെയും അവരുടെ സെക്യൂരിറ്റിയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക ഭാഗമാണ് അല്ലെ ലോജിസ്റ്റിക്, ഹോസ്പിറ്റൽ ലോജിസ്റ്റിക്. രോഗി പരിചരണത്തെയും പേഷ്യൻസിന്റെ കെയറിനെ ബാധിക്കുന്നില്ലേ? സർവീസ്, ട്രീറ്റ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഫെസിലിറ്റീസ് ഇല്ലേ? അവരുടെ സുരക്ഷിതത്തെ ബാധിക്കുന്നുണ്ടോ? റിസോഴ്സുകള്, ഫെസിലിറ്റീസ്. അപ്പൊ എന്താണ്? രോഗി പരിചരണത്തെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഘടകമാണ് എന്ത്? ഹോസ്പിറ്റൽ ലോജിസ്റ്റിക്. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ലോജിസ്റ്റിക് പ്ലാനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലും
പുറത്തുമുള്ളതുമായ കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻസ്. എന്തൊക്കെയായിരിക്കും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ്? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നു. അപ്പൊ അവരുടെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് ആരാ? എറൗണ്ട് ഒരു പേഷ്യന്റ് മീഡിയാസിന് എവിടെ നിന്നാണ് ലഭിക്കുന്നേ? ഹോസ്പിറ്റലിൽ നിന്നാണോ പുറത്തു നിന്നാ? ഹോസ്പിറ്റലിൽ നിന്നല്ലേ? ഹോസ്പിറ്റലിൽ ഇത്ര പേരെ കൊണ്ടുവന്നു, ഇത്ര പേരൊക്കെ മരണം സംഭവിച്ചു, ഇത്ര പേര് റിക്കവറിയായി, ഇത്ര പേര് അവശനിലയിലുണ്ട് എന്നൊക്കെ പറയുന്നത് ആരാ? ഹോസ്പിറ്റലിൽ നിന്നല്ലേ? എന്നാലേ അവർക്ക് കറക്റ്റ് നമ്പേഴ്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള പ്ലാനിങ്. ഹോസ്പിറ്റലിനകത്ത് എന്തൊക്കെ വിവരങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് എന്തൊക്കെ വിവരങ്ങൾ അവർ നൽകണം അല്ലേ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും അവർക്ക് പുറത്തേക്ക് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലുകാരെങ്ങനെ പറയാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസിന്റെ പ്ലാനിങ്, ആസൂത്രണം. ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടേഷൻ ടു ആൻഡ് ഫ്രം ദ സൈറ്റ് അതർ ഹോസ്പിറ്റൽ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? ഗതാഗത സൗകര്യം. എന്താണ്? ചിലപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അക്യൂട്ട് ഇതുള്ളവർ എന്താണ് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ? ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ, വാഹന സൗകര്യം ഏർപ്പാടാക്കുക. നെക്സ്റ്റ് സ്റ്റോർസ് പ്ലാനിങ്. സ്റ്റോറുകളിലേക്ക്, എല്ലാ സ്റ്റോറിലേക്കും ആവശ്യമായ റിസോഴ്സുകൾ വേണോ? വേണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റോഴ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പ്ലാനിങ്ങുകൾ നടത്താം. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? മിസ് എടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പേഴ്സണൽ പ്ലാനിങ്. മിസ് ഇപ്പൊ എടുത്താല് തീരില്ല സെക്ഷൻ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാട്ടോ ആ ഒരു സെക്ഷൻ ബാക്കി. ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.